എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നല്ല മഴയാണ് കേട്ടോ. രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ നല്ല മഴയാണ്. കറണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു 7 മണിക്ക് കഴിഞ്ഞിട്ട് കേട്ടോ കറണ്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ തലേന്നാൾ വെള്ളമൊന്നും പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് വന്ന് വെള്ളമൊക്കെ പിടിച്ചതിന് ശേഷമാണ് പിന്നെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ സുടുമോള് ഒന്ന് മെല്ലെ മുങ്ങി ഇവിടുന്ന്. ഞാൻ ചമ്മല പറക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ ഗേറ്റ് ഞാൻ ശരിക്കും അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഗ്യാപ്പിൽ നമ്മുടെ സുടുമോള് പുറത്തേക്ക് കിടന്നു. പുറത്തേക്ക് പോയതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, കാരണം അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അവൾക്ക് അങ്ങനെ വെച്ചാൽ അവൾ പുറത്ത് പോയിട്ടുള്ള ശീലമില്ല. നമ്മുടെ ആ മുറ്റത്ത് നടന്നിട്ടുള്ള ആ ഒരു ശീലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ തിരിച്ച് വരാൻ അവൾക്ക് വഴി അറിയില്ല. അവൾ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോയി എങ്ങടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ മുതൽ പോയി. അപ്പോൾ ആ ഒരു വിഷമമായിരുന്നു കേട്ടോ. പക്ഷെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ മുറ്റത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വിളിച്ചു കൊടുന്നു. പക്ഷെ ആ ഒരു ടെൻഷനിൽ എന്താ പറയുക, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ ആകെ നനഞ്ഞു. നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ നമ്മളിന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് വെണ്ടക്കായ റോസ്റ്റ് ചെയ്യണം കേട്ടോ. അതിനാണ് ഞാൻ ചെറുതായിട്ട് വെണ്ടക്കായ അങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ 4 പീസാക്കിയിട്ട് നീളനെ മുറിച്ചെടുത്താക്കണത് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഒരു 3 ട്രിപ്പായിട്ട് വറക്കാനായിട്ടുണ്ടായിരുന്നു. വെണ്ടക്കായ അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ചെയ്ത കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിത് മാത്രം കൂട്ടിയിട്ട് നല്ലപോലെ ചോറ് കഴിക്കും. പിന്നെ കേബേജ് തോരനാണ് കേട്ടോ വെക്കാൻ വിചാരിച്ചേക്കണം. അപ്പോൾ പിന്നെ കേബേജ് അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഞാൻ നാളികേരവും നല്ല ജീരകവും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിരുമ്പി വെക്കും കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കടുകും മറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് നമ്മുടെ കേബേജ് തോരൻ വെക്കാറ്. നിങ്ങൾ എങ്ങനെ വെക്കാറെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ സുടുമോള് മുങ്ങിയത്. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കലും പിന്നെ അതുപോലെ കേബേജ് തോരൻ വെക്കലൊക്കെ പിന്നെ ഞാൻ സുഡുവിനെ കൂടുന്നതിന് ശേഷമാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതൊന്നും വിശദീകരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ആകെ നനഞ്ഞു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് വന്ന് പിന്നെ അപ്പോഴേക്കും ഏകദേശം നേരമായിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോകാനായിട്ട്. പിന്നെ മാത്രമല്ല ഷോപ്പിൽ പോക്കും നടന്നില്ല. വേറെ ഒന്നല്ല, നമ്മുടെ ശൈത്യക്കുട്ടിക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും നടന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.